നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ചെയ്തത് എൻ്റെ വാർഡ്രോബൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ചിന്ത ഉദിച്ചു. ഇതിന് മുമ്പ് ഇതേപോലെ ഒരു ചിന്ത ഉദിച്ചിട്ട് ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണയും ഞാനത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. വേറെ ഒന്നുമല്ല, എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അർഹതപ്പെട്ട ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പുത്തനുടുപ്പാണ് എന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് പ്രൊമോഷൻ ബേസിൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒട്ടിടാത്ത ഡ്രസ്സുകളാണെന്നും ഞാൻ പറയുന്നില്ല, ഇട്ട ഡ്രസ്സുകളാണ്. എന്നാൽ ഒരുപാട് പഴകിയിട്ടുള്ള ഡ്രസ്സുമല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഴകിയിട്ടുള്ള ഡ്രസ്സൊന്നും ഒരാൾക്ക് ഞാൻ കൊടുക്കില്ല. അതിനും ഭേദം കത്തിച്ച് കളയുന്നതായിരിക്കും. കാരണം നമ്മൾ തന്നെ അത് ഇട്ട് എന്തോരം ഇടാൻ പറ്റും അത്രയും ഇട്ടിട്ട് മോശമാക്കിയിട്ട് വേറൊരാൾക്ക് അയ്യോ പാവല്ലേ കൊടുക്കുക എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അത് അവർക്കും ഇടാൻ പറ്റില്ല. അവരിട്ടാൽ തന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു ഭംഗിയും ഉണ്ടാവില്ല. അതിനും നല്ലത് കുറച്ച് നമ്മൾ ഇട്ടതാണെങ്കിലും അത് നല്ല വൃത്തിയുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇടുന്ന ആൾക്കും ഒരു സംതൃപ്തി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സൈസ്, അതായത് എക്സ്ട്രാ സ്മോൾ ടു സ്മോൾ സൈസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അർഹതപ്പെട്ടവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, കുറച്ച് ഡ്രസ്സൊക്കെ വേണം എന്ന് ആഗ്രഹമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഒരുപാട് നല്ല ഡ്രസ്സെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വല്ല കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു സാധാ ഡ്രസ്സുകളാണ് ഞാൻ കൊടുത്തയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്കായിരിക്കും ഞാനിത് അയച്ചു തരുന്നുണ്ടാവുക. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.